So hi friends, I'm Shishira. Welcome back to my YouTube channel. So ഇന്ന് വീണ്ടും ഒരു ചലഞ്ച് ആയിട്ടാണ് ഞങ്ങൾ വന്നത്. ആൻഡ് ഇന്നത്തെ ചലഞ്ചിന്റെ പേര് ഗെസ് ദ വോയിസ്. ഗെസ് ദ വോയിസ് ആണ്. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഞാനും കുറച്ച് ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ വോയിസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചി അതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ രണ്ടാളും ഓൾട്ടർനേറ്റീവ് ആയിട്ട് വോയിസ് കേൾപ്പിക്കും ആൻഡ് അതർ പേഴ്സൺ നീഡ് ടു ഗെസ് അതാരാന്ന്. ലൈക്ക് ഞങ്ങൾ ആക്ടേഴ്സിനെ എടുത്തിട്ടുണ്ട്, അല്ലാണ്ട് എല്ലാ ടൈപ്പ് ഓഫ് കാറ്റഗറീസിലെ ആൾക്കാരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് അത് ഗെസ് ചെയ്യണം. സോ യെസ്, വിത്തൗട്ട് എനി ഫർദർ അഡു, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പമ്പുചേച്ചി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എനിക്ക് വീഡിയോ അല്ല സൗണ്ട് കമ്മിച്ചാണ് കേട്ടെ. അയ്യോ, ശ്വേതാ മോഹൻ. സിമ്പിൾ സാധനം ഞാൻ കൊടുത്തതാണ് ആക്ച്വലി. ഇത് സത്യം, ഇത് ആക്ച്വലി ഇല്ലേ എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പേരായിരുന്നു ഈ ശ്വേതാ മോഹൻ എന്നുള്ളത്. ഞാൻ സിറ്റായി വെച്ചായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് ഇനി നെക്സ്റ്റ് പമ്പുചേച്ചിക്കാണ്. ഞാൻ ആദ്യം കുറച്ച് ടഫായിട്ട് കൊടുക്കാന്ന് വെച്ചേ. ഓക്കെ, ഞാൻ കേൾപ്പിച്ച് കൊടുക്കുകയാണ്. ഞാൻ നല്ല ഒരാളായിട്ട് തുടക്കം കുറിച്ചാണ്. APJ അബ്ദുൽ കലാം സാറായിരുന്നു. ഓക്കെ, പമ്പുചേച്ചിക്കും പഞ്ചട്ടി, ബേസിക്കലി എനിക്കും പഞ്ചട്ടി. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പമ്പുചേച്ചിയാണ്. ഞാൻ ഫസ്റ്റ് ഫുൾ സിമ്പിളാണ്. ശരി, ഞാൻ സിമ്പിൾ തന്നെയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ? ഇത് എന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന. നിങ്ങൾ എന്താണ് ഇങ്ങനെ ഗൈസ്? ഇത് എന്താണ് നിങ്ങൾ? സച്ചിൻ ടെണ്ടുൽക്കർ എന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഞാൻ വേറെ വെച്ചിട്ടുതരാം. ഓക്കെ, ബേസിക്കലി അപ്പൊ എനിക്കും പോയിന്റ് കിട്ടി. സിമ്പിൾ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട്. ഞാൻ വേറെ അടിപൊളി സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ഒരാൾ തരാം. വളരെ എളുപ്പമാണ്. കാരണം ഇതൊക്കെ പാപ്സ് നമ്മൾ ഫുൾ ടൈം ഇതൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. സോ വളരെ എളുപ്പമാണെന്ന് എനിക്കറിയാം. പോട്ടെ, ലൈക്ക് ഇതെന്ന് വെച്ചാൽ ഞാൻ എളുപ്പമുള്ളത് കൊടുത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി പമ്പുചേച്ചി. ഇത് കേൾക്കുമെങ്കിലേ ഇത് മറ്റാള്, നമ്മുടെ സാധനം കൺവിൻസിങ് സ്റ്റാർ. അയാളുടെ പേരെന്താ? സുരേഷ് കുമാർ അല്ല അയാളുടെ പേര്. അടുത്തു, പക്ഷേ സുരേഷ് കൃഷ്ണ. അതായത് കൺവിൻസിങ് സ്റ്റാർ. പെട്ടെന്ന് ഈ സൗണ്ട് ഇല്ലേ, ഫസ്റ്റത്തെ ഒന്നും കിട്ടിയില്ല കേട്ടോ. അവസാനത്തെ എനിക്ക് എവിടെയോ മനസ്സിലായി. സുരേഷ് കൃഷ്ണ. എന്തായാലും ഇത് തന്നപ്പോൾ ഞാനും അങ്ങനത്തെ ഒരാൾ കൊടുക്കാന്ന് വെച്ചെന്തേ. നല്ലതല്ലേ? നല്ല സിമ്പിൾ ആയിട്ട്. വളരെ എളുപ്പമുള്ള ഒരാളെ ഞാൻ കൊടുത്തത്, അല്ലാതെ ഞാൻ കണ്ടുപിടിച്ചോണ്ടല്ല. പമ്പുചേച്ചിയാണ് കേട്ടോ. പമ്പുചേച്ചിയാണ്. ഇതിന് കോപ്പിറൈറ്റ് കിട്ടോ? സോങ് കോപ്പിറൈറ്റ് കിട്ടോ? ബൻസാലിയാണോ അവളുടെ പേരെന്താ? എന്തോ ബൻസാലി അല്ലേ അവളല്ല? ഒരു ക്ലൂ തരാം. ഇത് ആക്ച്വലി ഒരു സിംഗർ അല്ല, ഒരു ആക്ട്രസ് ആണ്. ഇത്രയും ക്ലൂ ഒന്നും ഇനി ഞാൻ തരില്ല. ആക്ച്വലി ഇത് വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ പാടുന്ന ആക്ട്രസ് കുറവായിരിക്കുമല്ലോ. പരിണിതി ചോപ്ര. ക്ലൂ തന്നതാണ് ആക്ച്വലി. അല്ല, എവിടെ എനിക്ക് മനസ്സിലായിച്ചോ. ശരിയാ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാനല്ലേ പറയണ്ടേ? ഇനി ഞാൻ പറഞ്ഞുതരാം. ഇല്ല, ശരി, ഞാൻ കൊടുക്കാം. भगवान की दया से मेरे पास उतना है. I'm very happy. ऐसा नहीं है कि मैंने प्रोड्यूसरों के बच्चे खा जाने हैं.
से मेरे पास उतना है, आई एम वेरी हैप्पी. ऐसा नहीं है कि मैंने प्रोड्यूसरों के बच्चे खा जाने हैं, मुझे ऐसा नहीं है. Why did you choose to do an MBA? ഒന്നും കൂടിയാണ് കേൾപ്പിച്ചത്. കിട്ടിയോ? അല്ല ഇതിന് ടൈം ഒക്കെ കിട്ടോ നമ്മളിങ്ങനെ വേഗം. ഞാൻ ക്ലൂ ഒക്കെ തന്നു, ഞാൻ 2 ക്ലൂ തന്നു. ഇത് ഒരു ആക്ടറാണ്. അതിപ്പോ എനിക്ക് മനസ്സിലായി. അക്ഷയ് കുമാർ ആണോ? ഈ സാധനം കണ്ടില്ലേ? ഈശോയെ എന്റെ ഞാൻ എനിക്ക് അക്ഷയ് കുമാറാണ്. ഓക്കെ ഓക്കെ ഗൈസ്, ആദ്യം ഡൗട്ട് അടിച്ചു, പക്ഷെ ഒരു കണ്ടോന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല ഗൈസ്. അതിൽ ചെക്ക് ചെയ്തു. ഓക്കെ ഇനി നെക്സ്റ്റ് പമ്പ് ചേട്ടോ. ഓക്കെ. With respect to Lokesh, till date he's never asked me a single question or sat in a single music session. I don't think he writes for songs or അനിരുദ്ധ് a song. അനിരുദ്ധ് രവിചന്ദ്രൻ അല്ലേ? ശരി. അത് പിന്നെ എന്താ കുറെ സംഭവം നമ്മള് ഇവര് പറയുന്ന കണ്ടന്റ് നമ്മൾ കേൾക്കുമ്പോ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് എന്റെ ഇത് ലൊക്കേഷന്റെ പറഞ്ഞപ്പോ ഓക്കെ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് സൂചിയാണ് വിളിച്ചത്. ഓക്കെ നെക്സ്റ്റ് ഞാനാണ്. ഞാൻ കുറച്ച് ടഫുള്ള സാധനം തരും. ഷറി midnight hour, when the world sleeps, India will awake to light of freedom. ഓ ഫ്രീഡം ഫൈറ്ററിന്റെ കാലത്തുള്ള ഇത് ദിസ് ഇസ് ലൈക്ക് എ ഫേമസ് ഭയങ്കര എളുപ്പമാണ് സാധനം. നമ്മള് ഡിക്ലമേഷന്റെ സമയത്ത് ഇതാണ് നമ്മളൊക്കെ പറഞ്ഞത്. ഒന്നും കൂടി ഇത് വേർഡ്സ് ആയിട്ട് മനസ്സിലാവും. And now the time comes when we shall redeem our pledge. Not only or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to light of freedom. This is like a famous, ഭയങ്കര ഫേമസ്. നമ്മൾ ഡിക്ലമേഷൻ ഒക്കെ മിക്ക ആൾക്കാർക്ക് അറിയാം. ഇതിന്റെ പമ്പ് ചേച്ചിക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇതെന്താ ഭീഷണിയോ? ഇത് ഒന്നാമത് സൗണ്ട് ആക്ച്വലി വളരെ ലൈക്ക് അങ്ങനത്തെ അതന്നെ പമ്പ് ഫ്രീഡം ആ സാധനം അത് മനസ്സിലായി. പക്ഷെ എനിക്ക് അത്ര ഫെമിലിയർ വോയിസ് ആയിട്ട് തോന്നുന്നു. ഫെമിലിയർ വോയിസ് അല്ല, ഇതിന്റെ കണ്ടന്റ് ഇസ് ലൈക്ക് വെരി ഫെമിലിയർ ആയിരിക്കും പമ്പ് ചേച്ചിക്ക്. ഒരു ഗസ് അടിക്കും എന്നിട്ട് ഇല്ലെങ്കിൽ ഞാൻ വിട്ടു. ഓ ഗോഡ്. ടിക് ടിക് ഞാൻ 5 ഉള്ളൂ. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് നെഹ്റുവിന്റെ വോയിസ് അല്ല. ടിക് ടിക് അംബേദ്കർ ആണോ? ഓക്കെ ദ ആൻസർ ഇസ് ആക്ച്വലി നെഹ്റുവിന്റെ ലാസ്റ്റ് ഫ്രീഡം ഞാൻ പറഞ്ഞില്ലേ എന്റെ മോളെ ഇല്ല ഇതിന് മാർക്കില്ല. നെഹ്റുവിന്റെ വോയിസ് അല്ല എന്നാണ് പറഞ്ഞത്, അംബേദ്കറിന്റെ വോയിസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന് മാർക്കില്ല. ഇത്ര ടഫ് സാധനം എടുത്തിട്ടില്ല. ഭയങ്കര എളുപ്പമായി പോയിന്നാ. കാരണം മംചേച്ചിക്ക് അറിയണം എന്ന് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മൾ ഇതൊക്കെ ഇത് ഈ വോയിസ് കേട്ടിട്ടുണ്ട്. വോയിസ് കാര്യം കേട്ടിട്ടില്ലേ? വെൻ ഇന്ത്യ മറ്റേ സാധനം. അതുകൊണ്ടാണ് ആളെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, മാർക്ക് പോയി അത്രേ ഉള്ളൂ അവിടെ. ഞാൻ കൊടുത്തു. ഓക്കെ കേട്ടോ. കരുണാകരൻ, കെ കരുണാകരൻ. ഞാൻ ഇത്ര അല്ല കെ കരുണാകരൻ സാറിന്റെ വോയിസ് എല്ലാവർക്കും അങ്ങ് അറിയാൻ കേട്ടോ. പക്ഷെ അങ്ങനെ അറിയും. കാരണം മിമിക്രി ഒക്കെ നമ്മൾ എത്രയോ ആൾക്കാർ ചെയ്യുന്നത് കണ്ട. പിന്നെ അല്ലാതെ വോയിസ് ഭയങ്കര ഫെമിലിയർ. എത്ര ഓക്കെ എന്റെ ഒക്കെ കുറച്ച് ടഫ് ആട്ടോ. ഞാൻ ഇനി അടുത്തത് സുജാത. അതാണ് ഇത്രയും എളുപ്പമുള്ളല്ലേ ഞാൻ കൊടുത്തേ അല്ലേ? അല്ല ഇനി എന്റെ ടഫുള്ള സാധനം വരുന്നുണ്ട് കേട്ടോ. അത് പബ്ജി ഗസ് ചെയ്യാൻ പറ്റുന്നേ എനിക്ക് തോന്നുന്നില്ല. ഒരാളുടെ സൗണ്ട് അല്ല തീരെ ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ ഇത്ര ടഫ് തന്നതുകൊണ്ട് ഞാൻ ടഫ് കൊടുക്കാം. തന്നു ഐ ഡോണ്ട് മൈൻഡ്. Have you been impressed with Arshdeep? He's credited you with the wickets he's taken, but how good has he bowled this tournament? He's been very good. He's really set the tone for us with the new ball. He's been able to swing the ball a bit tight in the end as well. So yeah, that's very good. As a youngster, he's very clear and very smart in his options that he wants to use, and he wants to keep developing and improving. So that's a very positive sign for me whenever. ഒന്നും കൂടി ഉറപ്പിച്ചോ. എന്തോ എനിക്ക് അറിയാൻ തോന്നുന്നു. Has he bowled this tournament? He's been very good. He's really set the tone for us with the new ball. He's been able to swing the ball ബുംറ അല്ലേ? tight in the end as well. So yeah, ബുംറ that's അല്ലേ? very good.
ബീങ് എ ബുംറ ഫാൻ എനിക്ക് ഇത് അറിയണല്ലോ. എന്തായാലും അറിയാൻ വിചാരിച്ച ഇനി എന്തായാലും സ്പോർട്സിലേക്ക് കടന്നു. Why did you വേറെ choose to do an MBA? See, sporting career is a very small career. What is next? You need to have some sort of education. You know something outside badminton. I received my doctorate in sport when I completed my degree. Then my principal was like, you already have a doctorate. Why don't you finish your MBA as well? I couldn't. കാരണം ഇതിൽ തന്നെ ഹിന്റ് ഉണ്ട്. ബാഡ്മിന്റൺ പ്ലെയർ ആണെന്ന് മനസ്സിലായി. ബാഡ്മിന്റൺ പക്ഷെ പ്ലെയർ. ബാഡ്മിന്റൺ പ്ലേയേഴ്സ് ആരൊക്കെ ഉണ്ട്? പക്ഷെ സൈന നെഹ്വാൾ ഉണ്ട്, സിന്ധു ഉണ്ട്. ഇപ്പൊ സൗണ്ട് വെച്ചിട്ട് മനസ്സിലാക്കണം. അതാണല്ലോ കളി എന്താ. ഓക്കെ ഫൈൻ, ഒന്നും കൂടി കളി എന്താ ഗൈസ്, നമ്മൾ കളിയിൽ ഒന്നും കൂടി What is next? You need to have some sort of education. You know something outside badminton. I received my doctorate in sport when I completed my degree. Then my principal was like, you already have a doctorate. Why don't you finish your MBA as well? I couldn't attend college because I was having tournaments and സൈന. സോറി, യു ആർ കംപ്ലീറ്റ്ലി റോങ്. സിന്ധു ആണ്. ദിസ് ഈസ് PV സിന്ധു. I could not write my entire. ഓക്കെ ഗായ്സ്, പിന്നെയും ഞാൻ ജയിച്ചു. എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് എനിക്ക് വയ്യ എന്നൊക്കെ പറയണ്ടോ. അതെ, ഒന്നാമത്തെ കാര്യല്ലേ, നമ്മള് ക്രിക്കറ്റ് ആണ് നിങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യം. ഞാൻ അതുകൊണ്ട് ക്രിക്കറ്റിലാണ് അതുകൊണ്ട് വെച്ചത്. ഇവള് ഈ ബാഡ്മിന്റൺ ഒന്നും കാണാത്ത സാധനത്തിലൊക്കെ ആളൊക്കെ വെച്ചാലോ. സിന്ധുവിനൊക്കെ നമ്മളെ കാണാൻ പാടില്ലെന്ന് പറയുന്നത് എന്ത് മോശമാണ് ഗായ്സ്. ഇങ്ങനെയായിരുന്നു ഞാൻ വെച്ചേനെ. അങ്ങനെയല്ല, അങ്ങനെയല്ല, അതൊക്കെ നമ്മൾ അറിയണല്ലോ, കേൾക്കണല്ലോ. ഞാൻ അത് ബാഡ്മിന്റൺ അതുകൊണ്ട് ആ കണ്ടന്റിൽ കൊടുത്തിട്ടുമുണ്ട്. സൈനനെ വേറെ തന്നെയാണ്. നമ്മളിപ്പോ മറ്റേ പരിപാടിയിലൊക്കെ കാണാറില്ലേ സൈനനെ ഒന്നുമില്ലെങ്കിലും. നെക്സ്റ്റ് പങ്ക്ചേഷൻ ഞാൻ അന്ന് കണ്ടതിന്റെ മാജിക് ഒക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈവൻ ഡബ് ചെയ്യുന്ന സമയത്താണെങ്കിലും നെസഡങ്ങളിലൊക്കെ ഡബ് കാണുന്നത് നമ്മൾ ആക്ച്വലി ഞാൻ പ്രാഞ്ചേട്ടന്റെ സെന്റിന്റെ ഡബിന്റെ സമയത്ത് പോയിരുന്നത് ഞാൻ ചിരിച്ചു വീണിട്ടുണ്ട്. ഡബിന് പോയിരിക്കുക, വെറുതെ പോയിരിക്കുക. അയ്യോ ഇതാരാ ഇത് അറിയുന്ന ആളാണോ? പിന്നെ ഞാൻ നിന്നെപ്പോൾ ഇത്രയൊക്കെ ആൾക്കാരെ വെച്ചിട്ടില്ല. ഞാൻ എല്ലാം അറിയുന്ന ആൾക്കാരെ വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി. അന്ന് കണ്ടതിന്റെ മാജിക് ഒക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആമി ഈവൻ റോസ് ഡബ് ആണോ? ചെയ്യുന്ന സമയത്താണെങ്കിലും നെസഡങ്ങളിലൊക്കെ ഡബ് കാണുന്നത് ഒന്നും കൂടിയും പറയാം. എന്തത് നമ്മൾ ആക്ച്വലി എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. രണ്ട് ചാൻസ്. ഞാൻ ചിരിച്ചു വീണിട്ടുണ്ട്. ഡബിന് പോയിരിക്കുക, വെറുതെ നിരഞ്ജനാനു. നിരഞ്ജന. എനിക്ക് പക്ഷെ മറ്റേ കുട്ടീനെ ഓർമ്മ. എന്താ അവള് അതന്നെ ആമി, അവളുടെ പേര് ആമിയല്ല, അവളെ എനിക്ക് ഓർമ്മ. സോറി, ഐമ റോസ്. എനിക്ക് കുട്ടീനെ ഓർമ്മ. ഓക്കെ നെക്സ്റ്റ് ഞാനല്ലേ ഒരു പഞ്ചല്ല എനിക്ക് പോയത്. ഇനി ഞാൻ അടുത്ത ഞാൻ തരാം. The first thing our children should know is money you want to spend, you want to buy a gift, you want to buy a നിർമ്മല lollipop, സീതാരാമൻ. you want to buy something. കണ്ടന്റ് പിന്നെ സ്പീച്ച്. നിർമ്മല സീതാരാമനിലൊക്കെ നമുക്കിപ്പോ കറണ്ട് സാധനമാണ്, അത് നമുക്ക് അറിയാം. പക്ഷേ നെഹ്റുവിന്റെ സൗണ്ട് ഒന്നും ഞാൻ കേട്ടിട്ടില്ല. നെഹ്റുവിന്റെ സൗണ്ട് അല്ല, നെഹ്റുവിന്റെ കണ്ടന്റ് ഇസ് ലിവിംഗ് വിത്ത് അതാണ് സാധനം. അതാണ് പറയുന്നത്. ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് പറഞ്ഞതാണ്. പറയുന്നില്ല. ഓക്കെ കേട്ടോ. ഓക്കെ. Look at Arijit Singh. I mean, I think he's fabulous. He's a fabulous artist. He's the only artist who probably knows how to write notations. You know, whereas there are many singers who don't know whether what is a sa, what is a pa, what is a da. They're just shooting in the dark. But this guy, Arijit Singh, Shreya Ghoshal, they are all fabulous. Sonu Nigam. Ayudara, can you repeat? Sure. I think he's fabulous. He's a fabulous artist. He is the only artist who probably knows how to write notations. കേട്ടിട്ട് മനസ്സിലായില്ലേ മ്യൂസീഷ്യൻ ആണെന്ന്. There are many singers who Musician don't know whether what is a sa, famous. what is a pa, what is a da. They're just shooting in the dark. But this guy, Arijit Singh, Shreya Ghoshal, they are all fabulous. Sonu Nigam, when they come on, ശങ്കർ മഹാദേവനാണോ? സിമ്പിൾ. ഇത്രയും ഫേമസ് പേഴ്സണാലിറ്റി. എന്താ പറയാ, ഞാൻ എളുപ്പമുള്ള സംഭവം. Really amazing piece of advice I've got, which I followed till today, is പ്രിയങ്ക ചോപ്ര. respect people's time. ഷീസ് ലൈക്ക് മൈ ഫേവറേറ്റ് പേഴ്സൺ, യു നോ. അതുകൊണ്ട് ഞാൻ പ്രിയങ്ക ചോപ്രനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. സിമ്പിൾ. അടുത്ത എന്റെ സിമ്പിൾ കാണും. SJ Surya மாதிரி மிமிக்ரி பண்ணி தான் என்னுடைய காலேஜ் கல்ச்சரல்ஸ் அந்த லைஃபையே நான் ஸ்டார்ட் பண்ணேன். நிறைய வாய்ஸ் பேசுவேன். ஆனா எங்க காலேஜ் கல்ச்சரல்ஸ் போகும்போது SJ Surya சார் வாய்ஸ் பேசுறேன், SJ Surya வாய்ஸ் பேசுறேன், வந்திருக்காண்டா அந்த JJ காலேஜ்ல இருந்து அப்படின்னு சொல்லுவாங்க எங்க கல்ச்சரல்ஸ்ல எல்லாம்.
ஏன்னா அந்த டைம்ல நியூ படம் வந்து பயங்கர ஃபேமஸா இருந்தது. சோ அவரோட இப்ப நடிக்கிறேன்னு நினைக்கும் போது எனக்கு பயங்கர சந்தோஷம். சார்ட்ட சொல்லிட்டே இருப்பேன், சார் ശിവസേന സ്റ്റേജിൽ ആണല്ലേ? എനിക്ക് ഇത് തന്നോണ്ട് ഞാൻ വേറെ ആൾ കൊടുക്കാം. ഇത്രയും സിമ്പിള് ഞാൻ കൊടുത്ത ഗൈസ്. വേറെ ആൾ തരാം. ഓക്കെ, നിങ്ങൾക്ക് തമിഴ് പിടിച്ചുകൊണ്ട് ഞാൻ തമിഴ് പിടിക്കും. Some big filmmaker calls me for a role that he feels, ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇയാളെ അറിയാം, പക്ഷെ എനിക്ക് ഇയാളെ പേര് ഇപ്പൊ കിട്ടുന്നില്ല. മറ്റേ നമ്മുടെ ഇയാൾ ഡയറക്ടറാണ്, പിന്നെ പേര് കിട്ടുന്നില്ല. ഇവിടെ പറഞ്ഞപ്പോ ആക്ച്വലി എനിക്ക് പേര് വരുന്നില്ല. എളുപ്പമുള്ള സാധനല്ലേ അന്നേ? ഇതായിരുന്നു ലാസ്റ്റത്തെ അല്ല, ഇനിയുണ്ടല്ലേ? ഓക്കെ ഗൈസ്, ഇനി ഇത്ര ഒന്നും കൂടി ഉള്ളല്ലേ? ഒന്നും കൂടി പോരെ? ഒന്നും കൂടി ഒക്കെ നമുക്ക് ലാസ്റ്റത്തോടെ തീർക്കാം. എന്തായാലും ആസ് ഓഫ് നോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ തന്നെയാണ് ഇപ്പോഴത്തെ വിന്നർ. ബിക്കോസ് 2 പോയിന്റ്സിൽ ഞാൻ മുന്നിലാന്ന് തോന്നുന്നു. 2 3 ഒറ്റ പോയിന്റ് അല്ല, 2 പോയിന്റ് ഉണ്ടാവും. പമ്മു ചേച്ചി ജവഹർലാൽ നെഹ്റു പറഞ്ഞില്ല, PV സിന്ധു പറഞ്ഞില്ല, പിന്നെ പമ്മു ചേച്ചി 2 ഞാൻ പറയാത്തതുള്ളൂ. നിരഞ്ജനാനൂപ് പറഞ്ഞില്ല. അപ്പൊ ഒറ്റ പോയിന്റിന്, ഒരു പോയിന്റിന് ബേസിക്കലി ലീഡിംഗ് ഉള്ളൂ. കുഴപ്പമില്ല, ഞാൻ ഇതുവരെ ടഫ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഐ തോട്ട് ഞാനിപ്പോ ഒരു ടഫ് കൊടുക്കാം. ആയിക്കോട്ടെ ഗൈസ്, തന്നോട്ടെ. പക്ഷെ ഞാൻ വേറെ ഏതോ തന്നിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. 2 ഉണ്ടായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഗൈസ്. അതെ, So far, as the ultimate goal is concerned, I think none of us need have any apprehensions. None of us need have any doubt. But my fear, which I must express clearly, is this. Our difficulty, as I said, is not about the ultimate future. Our difficulty is how to make the heterogeneous mess that we have today take a decision in common and march in a cooperative way on that road which is bound to lead us to unity. Our difficulty is not with regard to the ultimate. Our difficulty is with regard to the beginning. പൊളിറ്റീഷ്യനാ? അതെ. പഴയകാല പൊളിറ്റീഷ്യനാണോ? അതെ. ജീവനോടില്ലാത്ത ആളാണോ? അതെ. അതെ. ഈശ്വര, അത് ആരാകാൻ? ഇത് വെറും ഡൈവ് പരിപാടി. അതായത് ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞത് വളരെ ഫേമസ് ആയ ഒരു സ്പീച്ചാണ്. ഇത് വളരെ ഫേമസ് ആയ ഒരു സ്പീച്ചാണ്. ആക്ച്വലി വളരെ ഫേമസ് ആയ ഒരു സ്പീച്ചിന്റെ ഒരു പോർഷൻ ആണ് ഇത്. അതായത് നമ്മൾ ഈ സ്കൂൾ ടൈമില് ഡിക്ലമേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഫേമസ്, നമ്മൾ സ്കൂൾ ടൈമിൽ ഫേമസ് ആൾക്കാരെ സ്പീച്ച് പറയില്ല, അങ്ങനെയുള്ള ഒരു സ്പീച്ചിന്റെ ഒരു പോർഷൻ ആണ് ഇപ്പൊ കേട്ടത്. ഒന്നും കൂടി വേണമെങ്കിൽ കപ്പിച്ചു. കുറച്ച് നേരത്തേക്കല്ലേ? എന്റെ അമ്മേ, എനിക്ക് നോമിനെ അറിയുന്നാണല്ലോ. ഇന്ത്യക്കാരനാണോ? അംബേദ്കർ ആണോ? എനിക്കറിയാം. അല്ല, ഞാന് അംബേദ്കർ ആണോ വല്ല രാജീവ് ഗാന്ധിന്റെ സമയത്ത് വല്ല പറഞ്ഞാണ് ഞാൻ അറിയിക്കുക. പിന്നെ ആപ്രിഹെൻഷൻ, ഫ്യൂച്ചർ ഗോൾ, പിന്നെ കണ്ടന്റ് പിടിച്ചപ്പോ ഞാൻ ജവഹർലാൽ നെഹ്റു സൗണ്ട് അല്ലാന്ന് എനിക്ക് എന്താ പറയാം. അതുകൊണ്ട് തന്നെ അംബേദ്കർ ആവുന്ന ജയിച്ചു. കണ്ടോ ഗായ്സ്, അവിടെ ഞാൻ സ്കോർ ചെയ്തു. സോ ബേസിക്കലി ഞാൻ ജയിച്ചു. ഇനി പമ്പിച്ചിട്ട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ തന്നെ ജയിക്കും. അപ്പൊ ഞാൻ ജയിച്ചുകൊണ്ട് പോട്ടെ, കുഴപ്പമില്ല. ഓ, ഇനി അങ്ങനെ പറയാം, അങ്ങനെ പറയാം. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കാം. ഇനി ഞാൻ ആരെ കൊടുക്കും ഗൈസ്? ഇനി ഒരു വേറെ ആൾ കൊടുക്കും. ഒന്നും കൂടി കേൾപ്പിച്ചത്. This century in making the world a better place. This century belongs to women. For what women cannot do cannot be done. ഒരു ഐഡിയ ഇല്ല ആക്ച്വലി. ഞാൻ വേണം ഗസ് ചെയ്യാം. പ്രിയങ്ക ഗാന്ധി അല്ല, ദാറ്റ്സ് നിത അംബാനി. പംചേച്ചി ടഫ് വരാത്ത എന്റെ കുഴപ്പമാണ് ഗൈസ്. നിങ്ങൾ പറയൂ, ആണോ? അല്ലല്ലോ, അത് പംചേച്ചിന്റെ കുഴപ്പമല്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനത്തെ മോഡലായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ വല്ല ആദർ പൂനാവാല എന്നൊക്കെ ആൾക്കാരൊക്കെ ഞാൻ കൊണ്ടുവന്നേനെ. ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഞാൻ എടുത്തു. ഓക്കെ ഗൈസ്, ഓക്കെ, ആസ് ഓഫ് നോ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ വിന്നർ ഈസ് ഞാൻ, ശിശിര KR. സോ
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. സോ യെസ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുന്നത്. ആൻഡ് ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. ടിൽ ദെൻ ഇറ്റ്സ് മീ ശിശിര സ്മേര സൈനിങ് ഓഫ്. ബൈ.